ഈ കാലഘട്ടത്തിൽ ജനിച്ചു വളരുന്ന പുതിയ മക്കൾ വലിയൊരു പ്രതിസന്ധിയിലാണ്. ഞങ്ങൾ എന്ത് ചെയ്യും? അവർ വളരുന്ന ജനിച്ച ഈ സാഹചര്യം പോലും നന്മകളെ തിന്മകളെ വേർതിരിച്ച് കണ്ടെത്തി അതിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധേനയുള്ള അപകടകരമായ അവസ്ഥ വരെ മുമ്പിലുണ്ട്. രണ്ട്, സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം ഈ മക്കളെ നന്നായി ബാധിച്ചിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരം സോഷ്യൽ മീഡിയ ഭാഗങ്ങൾ അവർ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനു പുറമെ കാണുന്ന കാഴ്ചകൾ ഒന്നും തന്നെ കൂടുതലും അവർക്ക് നന്മകളല്ല കൊടുക്കുന്നത്. ലിബറൽ ചിന്താഗതിക്കാരായ ആളുകൾ അവരുടെ ആശയങ്ങളെ കുത്തി നിറച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ. ഇവിടെയാണ് മനുഷ്യൻ ഒരിക്കലും അവന്റെ കാഴ്ച കൊണ്ട് അവന്റെ ബുദ്ധി കൊണ്ട് ഇത് ശരിയാണ് ഇത് തെറ്റാണ് എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. കഴിയില്ല. ഒരാൾ ശരിയെന്ന് പറയുന്നത് മറ്റേ ആൾ പറയും തെറ്റാണ്. ഒരാൾക്ക് നല്ലത് എന്ന് തോന്നുന്ന കാര്യം മറ്റേ ആൾ തിരിച്ചു പറയും എനിക്കത് നല്ലതായിട്ട് തോന്നുന്നില്ല. മനുഷ്യനത് പറയുന്നത്. പിന്നെ ആര് തീരുമാനിക്കും ഇതാണ് ശരി, ഇതാണ് നന്മ, ഇതാണ് തിന്മ എന്ന്? പിന്നെ ആര് പറഞ്ഞു തരും? മനുഷ്യനെ പടച്ച, മനുഷ്യന്റെ മനസ്സറിയുന്ന, മനുഷ്യന്റെ ഭാവി ഭൂത വർത്തമാനമെല്ലാം അറിയുന്ന വല്ലാഹു അലാ കുല്ലി ഷൈഇൻ അലീം, എല്ലാം അറിയുന്ന ഒരാളുണ്ട്. ഇന്നഹു അലീമും ബിദാതിസ് സുദൂർ, മനുഷ്യന്റെ മനസ്സിനകത്ത് വരെ നിറച്ചിരിക്കുന്നതെല്ലാം അറിയുന്ന ഒരുത്തനുണ്ട്. വഇൻദഹു മഫാതീഹുൽ ഗൈബ്, അദൃശ്യങ്ങളുടെ എല്ലാ താക്കോലുകളും അവന്റെ കയ്യിലാണ്, അല്ലാഹുവിന്റെ കയ്യിൽ. ആ അല്ല പറയും ഇതൊക്കെയാണ് ശരി, ഇതൊക്കെയാണ് തെറ്റ്. ഏത് നാട്ടിലും ഏത് തലമുറയിലും ഏത് കൊല്ലങ്ങൾ കഴിഞ്ഞ് ജീവിച്ചാലും ശരി, അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ് ഇന്നാ ഹദൈനാഹുസ് സബീൽ ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ, നാം ഇതാ നിങ്ങൾക്ക് മാർഗം കാണിച്ചു തന്നിരിക്കുന്നു, ശരിയായ പാത കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് നന്ദിയുള്ളവരായി അതിലേക്ക് കീഴ്പ്പെട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതിന് നേർവിപരീതം പ്രവർത്തിച്ച് ലംഘിച്ച് ജീവിക്കാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ ദുനിയാവിലെ പരലോകത്തെ വിജയിക്കുന്നത് സത്യത്തിന്റെ വക്താക്കൾ മാത്രമാണ്. അതുകൊണ്ട് മനുഷ്യരോട് അല്ലാഹുവിന്റെ ഖുർആനാകട്ടെ മത നിയമങ്ങളാവട്ടെ അവരോട് പൂർണ്ണമായും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പടച്ചറപ്പിന്റെ നിയമത്തിലേക്ക്, അല്ലാഹു നൽകിയ മതത്തിലേക്ക് മനുഷ്യ നീ കടന്നു വരണം. മനുഷ്യരുണ്ടാക്കിയ ചിന്തകൾ, മനുഷ്യരുണ്ടാക്കിയ ഭൗതികമായ പ്രസ്ഥാനങ്ങൾ ഒരിക്കലും തന്നെ ശരിതെറ്റ് പഠിപ്പിക്കുന്നതിൽ കാര്യമായ ധർമ്മമുണ്ടാകില്ല. കമ്മ്യൂണിസം നമ്മുടെ നാട്ടിൽ ഒരുപാട് തലങ്ങളിലേക്ക് കയറി വന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ അതിന്റെ ഏറ്റവും വലിയ ആശയ പാപ്പരത്വം എന്ന് പറഞ്ഞാൽ ഒരു മതവും ശരിയല്ല, മതങ്ങളാണ് പ്രശ്നമെന്ന് കമ്മ്യൂണിസം ജനങ്ങളോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ നേതാക്കന്മാർ അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സാധാരണക്കാരായ മനുഷ്യർ ഇതൊന്നും അറിയാതെ അതിനു വേണ്ടിയിട്ട് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, മനുഷ്യന്റെ ജീവിത വ്യവസ്ഥയെ പഠിപ്പിച്ച ഇസ്ലാം എന്ന ദീനിന്റെ ഏറ്റവും അടിത്തറയാകുന്ന ഈ ദീനിന് നേർവിപരീതമാണ് മതം വേണ്ട എന്ന് പറയുന്ന ഇസങ്ങൾ. ആലോചിക്കണം നമ്മൾ. അതേപോലെ തന്നെയാണ് അല്ലാഹുവിന്റെ ഖുർആൻ കൃത്യമായി കൊണ്ട് നമ്മളെ പഠിപ്പിച്ച ആശയത്തിന് നേർവിപരീതമാണ് ഹവകളെ പിൻപറ്റുക, തോന്നിയതുപോലെ ജീവിക്കുക. അതിന് ലിബറലിസം എന്ന് നമ്മൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ നമുക്ക് വായിക്കാൻ കഴിയും. സ്വന്തം ഇച്ഛകൾക്കും ചിന്തകൾക്കും അനുസരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം ബാധിച്ചുകൊണ്ടിരിക്കുന്ന ലിബറലിസം വരുത്തുന്ന അപകടങ്ങൾ എത്രയാണ്. മതമാണെന്ന് വിശ്വസിക്കുന്ന ക്രൈസ്തവതയിലാകട്ടെ, ആ ക്രൈസ്തവതയിൽ എന്തെല്ലാം നിലക്കുള്ള ദൈവിക ഗ്രന്ഥങ്ങളിൽ പോലും കൈകടത്തിയവരാണ്. ഹൈന്ദവ ഗ്രന്ഥങ്ങളിലാവട്ടെ കെട്ടുകഥകളും അബദ്ധങ്ങളും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മതങ്ങളും ശരിയാണെന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന മറുഭാഗത്തുള്ള അപകടകരമായ ആളുകൾ വേറെയുമുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മധ്യാർത്ഥി മക്കൾ എന്ത് ചെയ്യും? നമ്മുടെ പുതിയ തലമുറ എന്ത് ചെയ്യണം? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു ഖുൽ നഹ്ബിതു മിൻഹാ ജമീആ, നമ്മുടെ അടുക്കൽ നിന്ന് നിത്യമായി കൊണ്ട് നിർദ്ദേശം വരും. സൃഷ്ടിച്ച പടച്ചോന്റെ സന്മാർഗം വരും. പടച്ചവൻ ദൈവികമായ വഹീന്റെ അടിസ്ഥാനത്തിൽ ഇന്നത് ശരി ഇന്നത് തെറ്റെന്ന് പഠിപ്പിച്ചു തരും. അപ്പൊ ജനങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആരെന്റെ മാർഗം എന്റെ സന്മാർഗന്മാര് പിൻപറ്റുന്നുവോ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ,
അവർക്ക് പേടിക്കാണ്ടാവില്ല, അവർക്ക് വിഷമിക്കാണ്ടാവില്ല, അവർക്ക് ദുഃഖിക്കാനുണ്ടാവില്ല. ആ ദൈവികമായ വചനങ്ങളിൽ ഈ പുതിയ തലമുറയോട്, ജനങ്ങളോട് മൊത്തത്തിൽ അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളെല്ലാം പറയുന്ന സുപ്രധാനമായ കാര്യമാണ് ആരാധനകൾ അള്ളാഹുവിന്, സൃഷ്ടാവിന് മാത്രം കൊടുക്കുക. ഏത് മതഗ്രന്ഥങ്ങളുടെയും അള്ളാഹു ഇറക്കിയിട്ടുള്ള ദൈവിക വചനങ്ങളുടെ എല്ലാം അടിസ്ഥാനം അതായിരിക്കും. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അവനെയല്ലാതെ, അല്ലാഹനെയല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്ന കൃത്യമായ സന്ദേശമാണ് എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും അടിത്തറ. നൂഹ് നബി അലൈഹി സ്വലാം എത്ര കൊല്ലം പഴക്കണ്ട ആലോചിക്കുക നിങ്ങൾ. ആദ്യകാല പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ എണ്ണുന്ന പേരാണ് നൂഹ് നബി. ആദ്യമായി ഒരു സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂലാണ് നൂഹ് നബി. ആ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഖൗമിനോട് പറയാണ്, യാ ഖൗം വഅബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. അല്ല ജനങ്ങളെ, നിങ്ങൾ അല്ലാഹനെ ആരാധിക്കണം, അവനല്ലാത്ത ഒരു ആരാധ്യം നിങ്ങൾക്കില്ല. ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അദീം. ഒരു വമ്പിച്ച വേദനിക്കുന്ന കഠിനമായ ഒരു ശിക്ഷയുടെ ദിവസം വരാനുണ്ട്, നിങ്ങളത് പേടിക്കണം, ഞാൻ പേടിക്കുന്നു. അങ്ങനെ തുടങ്ങി പ്രവാചകന്മാരിൽ അവസാനത്തെ കണ്ണിയായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയാണ്, അഫ്ളലു ദുആ ദുആ യൗമി അറഫ. ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അറഫ ദിനത്തിലെ പ്രാർത്ഥനയാണ്. വഅഫ്ളലു മാ ഖുൽതു അന വൻ നബിയൂന മിൻ ഖബ്ലി. ഞാനും എന്റെ മുമ്പുണ്ടായിരുന്ന സകല നബിമാരും പ്രദർശിപ്പിച്ച, ജനങ്ങളോട് പ്രകടിപ്പിച്ച, ജനങ്ങൾക്കിടയിൽ സംസാരിച്ച ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. അല്ലാഹുവല്ലാതെ ഒരു ആരാധ്യനില്ല, അല്ലാഹുവിനോട് മാത്രമേ ആരാധനകൾ കൊടുക്കാനുള്ള അധികാരം അല്ലാഹുക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇത് പറയാത്ത ഒരു പ്രവാചകരുമില്ല. ആ വിശ്വാസത്തിന്റെ പ്രത്യേകത എന്താണ്? ഭയങ്കര നിർഭയത്വമാണ്. പേടില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റും. അതിന്റെ നേർ വിപരീതമാണ് സൃഷ്ടികളെ ആരാധിക്കുക, കബറാളികളെ ആരാധിക്കുക, മക്ബറകളെ പൂജിക്കുക, ഉറുക്കിലേക്കും ഏലസിലേക്കും അഭയം പ്രാപിക്കുക, അല്ലാഹുവല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ ചെയ്യാം. ഇതൊക്കെ പ്രവാചകന്മാർ പഠിപ്പിച്ച യഥാർത്ഥ ഇസ്ലാമിന്റെ നേർ വിപരീതമാണ്. ശിർക്കിന്റെ, തൗഹീദിന് നേരെ ഓപ്പോസിറ്റ് ശിർക്കിന്റെ വിവിധ ഇനങ്ങളാണ്. സ്വർഗം നഷ്ടപ്പെടുത്തുന്ന കർമ്മങ്ങളാണ് ഇത് മുഴുവൻ. അതുകൊണ്ട് ദൈവികമായ ഗ്രന്ഥങ്ങൾ ഇസ്ലാമിലൂടെ കൃത്യമായി അത് അവസാനമായി പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹുവിലേക്കുള്ള ഇബാദത്തുകൾ കടന്നു വരുന്നു. രണ്ടാമത്തെ തലം നമ്മൾ ചിന്തിച്ചു നോക്കൂ. എല്ലാ ദൈവികമായ സന്ദേശങ്ങളിലും മനുഷ്യനെ നശിപ്പിക്കുന്ന, സമുദായത്തെ, സമൂഹത്തെ, ശരീരത്തിനെ, ആരോഗ്യത്തെ നശിപ്പിക്കുന്ന എല്ലാ തിന്മകളെയും ഇസ്ലാം എതിർത്തു. ഒരു കാലത്തും ലഹരി എന്ന് പറയുന്ന സാധനത്തിന് അനുവദിച്ചു കൊടുത്തിട്ടില്ല. കുറച്ചിച്ച കുടിച്ചോളി, കുറച്ചാവാ, ഇടക്കൊക്കെ കുടിച്ചോളി എന്ന് പറയുന്ന അവസ്ഥയില്ല. അവരെ പതുക്കെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ മാത്രമേ ഏതേത് കാലഘട്ടത്തിലും നടന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ ക്യാമ്പസുകളിൽ അല്ലെ, ദീനല്ലെങ്കിൽ ഇൽമ് പഠിക്കണം, നാട്ടിൽ എനിക്ക് പഠിച്ചിട്ട് ഒരു ഉയർന്ന നിലയിലെത്തണം എന്ന് ആഗ്രഹിച്ചാണ് നമ്മളൊക്കെ ഒരു ക്യാമ്പസിലേക്ക് മക്കളെ പറഞ്ഞയക്കുന്നത്. അക്രമ രാഷ്ട്രീയത്തിന്റെ കാലുവെട്ടും കൈവെട്ടും തലവെട്ടും അവർ പഠിക്കുന്നു. അധ്യാപകന്റെ നെഞ്ചത്ത് കൊണ്ടുപോയി കൈവെക്കാൻ മടിക്കാത്തൊരു കാലഘട്ടം. കരാവ് ചെയ്ത് അധ്യാപകനെ പൂട്ടിയിടുന്ന പുതിയ തലമുറ. സ്വന്തം സഹപാഠിയെ പലതിന്റെ പേര് പറഞ്ഞുകൊണ്ട് റാഗിങ്ങിന്റെ ക്രൂരതകളൊക്കെ നമ്മൾ വായിച്ചവരാണ്. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ പെരുകിക്കിടക്കുമ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഇസ്ലാം പഠിപ്പിക്കുന്ന മാർഗം എന്താണ്, ഇസ്ലാം നമുക്ക് മുന്നോട്ട് വെച്ച് തരുന്ന കൃത്യമായ നിർദ്ദേശങ്ങൾ എന്താണ്. അത് ഈ ലോകത്തിന്റെ മുമ്പിൽ കൃത്യമായി അള്ളാഹുവിന്റെ ദീനിയായ മെസ്സേജ്, സന്ദേശങ്ങൾ മറ്റുള്ള മനുഷ്യർക്ക്, പ്രത്യേകിച്ച് പുതിയ തലമുറയുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കണം. അതായിരുന്നു ലുഖ്മാനുൽ ഹക്കീം തന്റെ വളർന്നു വരുന്ന മക്കളോട് 10 ഉപദേശം കൊടുക്കുക. ആദ്യത്തെ ഉപദേശം എന്താണെന്നറിയോ? അല്ലാഹ് എന്ന വിശ്വാസമാണ്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. പൊന്നുമോനെ, നീ ശിർക്ക് ചെയ്യരുത് കേട്ടോ. അല്ലാഹുവിൽ ഒരിക്കലും പങ്കു ചേർക്കരുത്. അത് ഏറ്റവും വലിയ പാപമാണ്. കേട്ടോ, പാപങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. യാ ബുനയ്യ, പൊന്നുമോനെ, അഖിമിസ്സലാ, നീ നിസ്കാരം നിലനിർത്തുന്നവനാകണം. വഅ്മുർ ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുന്നവനാകണം. വൻഹാനിൽ മുൻകരി, നീ പാപം ചെയ്യരുത് എന്നല്ല, പാപങ്ങളും തെറ്റുകളും കാണുമ്പോൾ അതിനെ തടുക്കുന്നൊരു മോനായി നീ മാറണം.
വസ്ബിർ അലാ മാ അസാബക, എന്ത് ജീവിതത്തിൽ ബാധിച്ചാലും നീ ക്ഷമിക്കുന്നവനായി മാറണം. ആത്മഹത്യ പരിഹാരമല്ല, അക്രമം പരിഹാരമല്ല. ഇസ്ലാം അവരെ പഠിപ്പിക്കാൻ ക്ഷമിക്കാനുള്ള നല്ല ഒരു കഴിവ്. എത്ര പരീക്ഷകൾ തോറ്റാലും, SSLC പരാജയപ്പെട്ടാലും, +2 2 തവണ തോറ്റാലും വേണ്ടാത്ത ചിന്തകളിലേക്ക് അവന് പോകാൻ പാടില്ല. വസ്ബിർ അലാ മാ അസാബക, ബാധിക്കുന്ന വിപത്തുകളിൽ അവർ ക്ഷമിക്കുന്നവരായി മാറണം. ഈ നിർദ്ദേശം മുൻകാലം മുതൽ അവിടുത്തെ മഹാരഥന്മാരായ സലഫുകളെല്ലാം കൊടുത്ത് കൃത്യമായി ജനങ്ങളെ പഠിപ്പിച്ചു കൊടുത്തു എന്നർത്ഥം. അതുമാത്രവുമല്ല, ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ നമ്മളെല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എല്ലാം ഉണ്ട്, പക്ഷേ ധാർമ്മികതയില്ല, മൂല്യങ്ങളില്ല. വിശന്നു വലയുന്ന മനുഷ്യരെ സഹായിക്കണമെന്നൊന്നുമില്ല. ഇതെന്റെ വാപ്പയാണ്, എന്റെ ഉമ്മയാണ്, എനിക്ക് അവരോട് കടപ്പാടുണ്ട്, അങ്ങനെയൊന്നുമില്ല. ഇതെന്റെ കുഞ്ഞനുജനാണ് എന്ന ഒരു ബോധം അവർക്കില്ല. ഇതെന്റെ അയൽവാസിയാണെന്ന ബന്ധം അവർക്കില്ല. ഇതെനിക്ക് ഇൽമു പഠിപ്പിച്ചു തരുന്ന പ്രിയപ്പെട്ട ഗുരുനാഥനാണ് എന്ന ഒരു ബഹുമാനമൊന്നും അവർക്കിടയിൽ ഇന്ന് കാണുന്നില്ല. എന്താണ് സംഭവിച്ചത്? മൂല്യശോഷണമാണ്, ധാർമ്മികത നഷ്ടപ്പെട്ടതാണ്. എത്രയോ നല്ല ഉയർന്ന വിദ്യാഭ്യാസമുള്ളവർ പോലും വലിയ അക്രമങ്ങളുടെ ഇരയാകുന്നത് എന്തുകൊണ്ട്? അവർക്ക് ധർമ്മമെന്ത് അധർമ്മമെന്തെന്ന് അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തു, എല്ലാ നിലക്കുമുള്ള മ്ലേച്ഛമായ നല്ല കാര്യങ്ങളൊക്കെ ഇസ്ലാമിൽ അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. മ്ലേച്ഛമായ മോശമായ എല്ലാ കാര്യങ്ങളും ഹറാമാക്കിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് ഹലാലും ഹറാമും എന്നവരെ പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് അവരെ ഈ നന്മയുടെ സത്യത്തിന്റെ വാഹകരാക്കി മാറ്റണം. ഹക്ക് അവരെ പഠിപ്പിച്ചു കൊടുക്കണം. ആര് പഠിപ്പിച്ചു കൊടുക്കണം? ഈ നാട്ടിലെ ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. സംഘടനകൾക്ക് ഉത്തരവാദിത്തമുണ്ട്, പ്രസ്ഥാനങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്, സമുദായത്തിന്, മഹല്ലിന്, അധ്യാപകർക്ക്, രക്ഷിതാക്കൾക്ക് ഓരോരുത്തർക്കും ചുമതലകളുണ്ട്. ആ ചുമതലകൾ അവരവർ ഭംഗിയായി നിർവഹിക്കണം. കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനം എന്നറിയപ്പെടുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി വിഭാഗം ഈ രംഗത്ത് വലിയൊരു ശ്രമത്തിലാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾ അവിടെ ഉണ്ടാവണം. പെരിന്തൽമണ്ണയിൽ മെയ് 11-ാം തീയതിയാണ് ആ പ്രോഗ്രാം വരുന്നത്. ഇതൊരു പ്രസ്ഥാനത്തിന്റെ വിജയത്തിനോ ഒരു സംഘടനയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയോ ഒന്നുമല്ല. ഈ സമൂഹത്തിലെ, ഈ നാട്ടിലെ എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വത്തെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ഈ കുട്ടികളെ അണിയിച്ച് ഒരുക്കി ഇരുത്തി, ഇതാണ് വാപ്പയുടെ റോൾ, ഇതാണ് ഉമ്മയോട് നിനക്ക് ചെയ്യാനുള്ളത്, നിന്റെ ക്യാമ്പസിൽ ഇന്നതായിരിക്കണം, നീ നാട്ടിൽ നടക്കുന്ന തിന്മകളോട് ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, നീ നന്മയിൽ ഇന്ന രൂപത്തിൽ മുന്നോട്ട് വരണം തുടങ്ങിയ ഒട്ടനേകം നന്മയുടെ പ്രചാരകരായി അവരെ മാറ്റാനുള്ള ഒരു ശ്രമമാണ്. കണ്ണൂരിൽ നിന്നും പരിസരത്തുനിന്ന് ഒരുപാട് വാഹനങ്ങൾ പുറപ്പെടുമ്പോൾ നമ്മുടെ മക്കൾ ആദ്യം ഈ ഇരിക്കുന്ന നമ്മളോടാണ്, നമ്മുടെ മക്കൾ അതിലില്ലേ എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല നമുക്കാണ്. ഒഴിഞ്ഞു മാറാൻ ഒരുപാട് കല്യാണങ്ങൾ ഉണ്ടാകും, ടൂറുകൾ ഉണ്ടാകും, വേറെ ഏതെങ്കിലും അടുത്ത മാസം വരാനിരിക്കുന്ന പരീക്ഷ അവൻ പറയും. പ്രിയപ്പെട്ട വാപ്പമാരെ, ഉമ്മമാരെ, ഇതൊരു നമുക്ക് നൽകുന്ന അവസരമാണ്. പണ്ഡിതന്മാർ, കഴിവുള്ള ആളുകൾ, വിദ്യാർത്ഥികളുടെ മനസ്സറിഞ്ഞ മനഃശാസ്ത്രജ്ഞർ പങ്കെടുക്കുന്ന ഒരു സംഗമത്തിൽ നമ്മുടെ കുട്ടി പോയി ഇരുന്ന് കേട്ട് പഠിച്ചാൽ അതിന്റെ ഗുണം ആർക്കാണെന്ന് മാത്രം മനസ്സിലാക്കുക. അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുക. ഇൻഷാ അല്ലാഹ് വിദ്യാർത്ഥികൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അതിന് വേണ്ടുന്ന പോസിറ്റീവായ പ്രതികരണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ, വിദ്യാർത്ഥി തലമുറയെ, പുതിയ ഈ ഒരു ജനറേഷനെ ഏറ്റവും നല്ലവരാക്കി മാറ്റാൻ, ജനങ്ങൾക്കും നാടിനും മഹല്ലിനും കുടുംബത്തിനും രാജ്യത്തിനും ഉപകരിക്കുന്ന മക്കളാക്കി മാറ്റാൻ ഒരു വലിയ ശ്രമമാണ്. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.